ഇപ്പോൾ കുങ്കുമാതി ലേപം അതിൻ്റെ ഉപയോഗക്രമങ്ങളും അതെങ്ങനെയോ ഉപയോഗിക്കേണ്ടത് അവർ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുങ്കുമാതി ലേപത്തെക്കുറിച്ചാണ്. എന്നോട് 2-3 പേര് ഇതിൻ്റെ റിവ്യൂ ഇടുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇതിൻ്റെ റിവ്യൂ അല്ല ഇടുന്നത്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, ഉപയോഗക്രമങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്യൂബ് വരുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന 10 ഗ്രാമിൽ എന്തൊക്കെ കണ്ടൻസാണ് എഴുതിയിരിക്കുന്നതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് മഞ്ഞൾ, പിന്നെ അതുപോലെ കുങ്കുമം, അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം, ഇതിൻ്റെയൊക്കെയാണ് വരുന്നത്. ഒരുപാട് ആയുർവേദിക് പ്രൊഡക്ട്സ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊരു സർട്ടിഫൈഡ് കമ്പനിയുടെ ഒരു കുങ്കുമാതി ലേപമാണ്. ഇതൊരു 15 ഗ്രാമിൻ്റെ ട്യൂബാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ചെറിയ ട്യൂബ് വരുന്നത്. 15 ഗ്രാമിൻ്റെ ട്യൂബാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് അടുത്തുള്ളൊരു സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇത് കൊച്ചിയിൽ തന്നെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്, രത്നവിലാസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഇതിൽ അവൈലബിൾ ആണ്. അതിലവർ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്നും ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് 80 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. 15 ഗ്രാമിന് 80 രൂപയാണ്. പിന്നെ ബാച്ച് നമ്പർ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഈ സംഭവങ്ങൾ മാത്രമേ പാക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഔട്ടർ പാക്കിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഈ ഔട്ടർ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കടലാസ്, അതായത് ഒരു പേപ്പർ ഉണ്ട്. ഉപയോഗക്രമത്തിനെ കുറിച്ചുള്ള പേപ്പറും അവരുടെ കമ്പനിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ കുങ്കുമാതി ലേപം അതിൻ്റെ ഉപയോഗക്രമങ്ങളും അതെങ്ങനെയോ ഉപയോഗിക്കേണ്ടത് അവർ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശം മൂലം നഷ്ടപ്പെട്ട കളറിനെ വീണ്ടെടുക്കുന്നത്, അതുപോലെ തന്നെ മുഖക്കുരു, മെയിനായിട്ട് ഈ മുഖക്കുരും കറുത്ത പാടുകൾ, കാര, ഇതിനെയൊക്കെ സുഖപ്പെടുത്താനാണ് കുങ്കുമാതി ലേപം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെളുക്കുമെന്ന് അവരൊരിക്കലും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ നിറം സൂര്യപ്രകാശം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മുഖക്കുരു ഉള്ളവർ ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു പൊട്ടിക്കാൻ പാടില്ല. ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ മുഖക്കുരുടെ പുറത്ത് കുറച്ചുകൂടെ അല്പം കൂടി കൂടുതൽ ഉപയോഗിക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ട്യൂബ് വരുന്നത്. കണ്ടോ, നല്ലൊരു ട്യൂബാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു കർപ്പൂരത്തിൻ്റെ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഒരു പാക്ക് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ശരിക്കും ആ പേപ്പറിൽ തന്നെ ആ ഒരു സ്മെല്ലുണ്ട് ഇവരുടെ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും കർപ്പൂരം, ചന്ദനം, ചന്ദനത്തിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ആ പേപ്പറിലുള്ളത് കർപ്പൂരത്തിൻ്റെ കറക്റ്റ് സ്മെല്ലാണ്. അപ്പോൾ ഇതിങ്ങനെ റെഡ് കളറിലാണ് ഈ ക്രീം വരുന്നത്. കണ്ടോ, ഭയങ്കര ബ്ലഡ് റെഡ് കളറാണ്. കറക്റ്റ് കുങ്കുമത്തിൻ്റെ കളർ എന്താണോ ആ കളർ തന്നെ. പക്ഷേ നല്ല റെഡാണ് കേട്ടോ. എന്താ പറയേണ്ടത്, ഒരു റൊമാൻറ്റിക് റെഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞങ്ങൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കുങ്കുമാതി ലേപം അല്പം എടുത്തിട്ട് ഞങ്ങളുടെ മുഖത്തിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഇപ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഡോട്ടായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഇത് മസാജ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ പരത്തി കൊടുക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ജസ്റ്റ് എല്ലായിടത്തും കൊള്ളത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്യുക. മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖക്കുരുവിൽ കുറച്ചുകൂടി അല്പം കൂടി കൂടുതൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. മുഖക്കുരു പൊട്ടിക്കരുത് ഒരിക്കലും. ഞങ്ങൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ മുഖക്കുരു പൊട്ടിക്കരുത്. കണ്ടൊരു റെഡ് കളറാണിത് തേച്ച് കഴിയുമ്പോൾ തന്നെ. ഇത് തേച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പ് ഉപയോഗിക്കരുത്. പയറുപൊടിയോ കടലപ്പൊടിയോ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പയറുപൊടി, കടലപ്പൊടി, മുൾട്ടാണിമിട്ടി, ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ട് മാത്രം ഞങ്ങൾ മുഖം കഴുകിയാൽ മതി. അതുപോലെ തന്നെ ഇത് 2 നേരം യൂസ് ചെയ്താൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് രാവിലെയും രാത്രിയും ഞങ്ങൾ മുഖം നട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാൻ പറ്റും.
അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി കുഴപ്പമില്ല, രാത്രി ഇപ്പോൾ അപ്ലൈ ചെയ്ത്, അതായത് രാത്രി നിന്നിട്ട് മുഖം കഴുകിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ കഴുകി കളയാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖത്ത് നല്ല റെഡ് കളറായിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കിടക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. അതല്ല ഞങ്ങൾക്ക് അങ്ങനെയും താല്പര്യമില്ല, ജസ്റ്റ് 1 മണിക്കൂറിന് ശേഷം കഴുകി കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകി കളയാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1 മണിക്കൂർ എന്തായാലും ഇത് മുഖത്ത് ഉണ്ടായിരിക്കണം, അത് കാര്യം മസ്റ്റാണ്. പിന്നെ വെയിലത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കാരണം വെയിലത്തിറങ്ങുമ്പോൾ പ്ലീസ് യൂസ് സൺസ്ക്രീൻ. SPF 15 ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം SPF 25, 30 ഒക്കെ യൂസ് ചെയ്തിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇപ്പോഴത്തെ വെയിലിന് അതൊന്നും യൂസ് ചെയ്താൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 50 ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. സൺസ്ക്രീനിൽ ഇങ്ങനെ ആയുർവേദം നോക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ന്യൂട്രോജിനയോ ലോട്ടസ് യൂസ് ചെയ്യേണ്ട, പാരബൻ ഉണ്ട്, ന്യൂട്രോജിന, പ്ലം അങ്ങനത്തെ സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ജസ്റ്റ് ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തായാലും എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.